നാരായണ. ഓം കേശവായ നമ. ഓം നാരായണായ നമ. ഓം മാധവായ നമ. ഓം ഗോവിന്ദായ നമ. ഓം വിഷ്ണവേ നമ. ഓം മധുസൂദനായ നമ. ഓം ത്രിവിക്രമായ നമ. ഓം വാമനായ നമ. ഓം ശ്രീധരായ നമ. ഓം ഹൃഷീകേശായ നമ. ഓം പത്മനാഭായ നമ. ഓം ദാമോദരായ നമ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമസീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ശ്രീമദ് വാൽമീകി രാമായണം കഥാകഥനം. വാൽമീകി രാമായണത്തിലെ മുഴുവൻ കഥകളെയും പറയുക. അതിൽ 12 ഭാഗം ഇപ്പോൾ പറഞ്ഞു. ബാലകാണ്ഡത്തിലെ 33 സർഗങ്ങളെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ഇനി 34ാമത്തെ സർഗം തൊട്ട് പറയണു. കുശനാഭൻ്റെ വംശം, അവിടെ അദ്ദേഹം ഭരിച്ചായിരുന്നതായിട്ടുള്ള ഭൂപ്രദേശം, അതിൽ ഉണ്ടായിട്ടുള്ള ചില പരമ്പരകൾ, ചില പ്രത്യേകതകൾ, ഇതെല്ലാം പറയുകയാണ്. കുശനാഭ രാജാവിൻ്റെ 100 പുത്രിമാർ, അപ്സര കന്യകളെ പോലെ ഉള്ളവർ. കാമ്പില്യ രാജ്യത്തെ രാജാവായിട്ടുള്ള ബ്രഹ്മദത്തൻ, അതും ഒരു മഹാഋഷിയുടെയും കൃതാജിയുടെ മകനും ആയിട്ടുള്ള ഈ മാനസപുത്രനായിട്ടുള്ള ബ്രഹ്മദത്തൻ, ഈ 100 കൂനികളായിട്ടുള്ള വായുദേവൻ്റെ കോപം കൊണ്ട് കൂനികളായിട്ടുള്ള 100 പുത്രിമാരെ, കന്യകമാരെ വിവാഹം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ കൂന തീർന്നു, അവർ സുന്ദരികളായി. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ബ്രഹ്മദത്തനും മക്കളും കാമ്പില്യ ദേശത്ത്, സ്വന്തം രാജാണ് ബ്രഹ്മദത്തൻ്റെ ദേശത്തേക്ക് പോയപ്പോൾ അപുത്രനായിട്ടുള്ള ഈ കുശനാഭ രാജാവ് പുത്രലാഭത്തിന് വേണ്ടിയിട്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്തു. ഇപ്പോൾ യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുശനാഭ രാജാവിനോട് ബ്രഹ്മസുതനായിട്ടുള്ള പരമോദാരനായിട്ടുള്ള കുശൻ, അദ്ദേഹത്തിൻ്റെ മകൻ കുശൻ പറഞ്ഞു, പുത്ര, കുശൻ്റെ പുത്രനാണ് കുശനാഭൻ. അപ്പോൾ അച്ഛൻ മകനോട് പറയുകയാണ്, നിനക്ക് നിന്നെ പോലെ സുധാർമ്മികനായിട്ടുള്ള പുത്രനുണ്ടാവും. ഗാധി എന്ന പുത്രനും അദ്ദേഹം മൂലം ശാശ്വതമായിട്ടുള്ള കീർത്തിയും ലഭിക്കും. വിശ്വാമിത്രൻ്റെ അച്ഛനാണ് ഗാധി. ആ ഗാധി ഈ കുശൻ്റെ പേരക്കുട്ടനാണ്. കുശൻ്റെ മകൻ കുശനാഭൻ, കുശനാഭൻ്റെ മകൻ ഗാധി, ഗാധിയുടെ മകനാണ് ഈ വിശ്വാമിത്രൻ. ആ ഗാധി എന്ന പുത്രനുണ്ടാവും, ശാശ്വതമായിട്ടുള്ള കീർത്തി ലഭിക്കും. കുശനാഭനോട് ഇങ്ങനെയൊക്കെ അനുഗ്രഹം കൊടുത്തതിന് ശേഷം കുശൻ കാട്ടിലേക്ക്, അതല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലേക്ക്, സത്യലോകത്തിലേക്ക് പോയി എന്നാണ്. എന്നുവെച്ചാൽ അവിടെ ശരീരത്തെ ഉപേക്ഷിച്ചു. കുറഞ്ഞൊരു കാലത്തിനുള്ളിൽ ധീമാനായിട്ടുള്ള കുശനാഭ രാജാവിന് ഗാധി എന്ന പുത്രനുണ്ടായി. അവിടെ പുത്രകാമേഷ്ടിയും കാര്യങ്ങളൊക്കെ നടന്നു. അതിനുശേഷം ഗാധി ഉണ്ടായി. അല്ലയോ കാകുത്സ, ഇവിടെ ശ്രീരാമനെയാണ് കാകുത്സ എന്ന് വിശ്വാമിത്ര മഹർഷി വിളിക്കുന്നത്. കാകുത്സ, ആ ഗാധിയാണ് എൻ്റെ പിതാവ്, പരമധാർമ്മികനായിട്ടുള്ള ഗാധി. കുശവംശനായതുകൊണ്ട് ഞാൻ കൗശികനായി. വിശ്വാമിത്ര മഹർഷി ഈ ശ്രീരാമനോട് പറയാണ്, ആ ഗാധിയാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയുന്ന കഥയാണ് ഇത് മുഴുവൻ. ആ പ്രദേശത്തിൻ്റെ മൂല്യത്തെ, ഈ സൗഭാഗ്യത്തെ, അതൊക്കെ പറയുകയാണ്. കാടാണ് എങ്കിലും 2 പുഴയുടെ നടുക്കിൽ ഉള്ള ഒരു കുശിക രാജ്യം. അതുകൊണ്ട് വിശ്വാമിത്രൻ പറയാണ്, ഞാൻ കൗശികനായി. എൻ്റെ ജ്യേഷ്ഠ സഹോദരി സത്യവതി എന്നു പേരായ സുവ്രത ഋചീക മഹർഷിയുടെ സഹധർമ്മചാരിണിയായി. ഋചീകൻ്റെ പത്നിയായിട്ട് സത്യവതി എന്ന് ആ ഇദ്ദേഹത്തിൻ്റെ സഹോദരി, കൗശികൻ്റെ അല്ലെങ്കിൽ വിശ്വാമിത്രൻ്റെ സഹോദരി, അവിടെ ഋചിക മഹർഷിയുടെ പത്നിയായി തീർന്നു. ആ ഭർത്തൃഹിതകാരിണിയായിട്ട് അമ്മ
ശരീരത്തോടു കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോയി അതോടെ ഭൂമിയിൽ ഒരു മഹാനദിയായിട്ട് ഒഴുകുകയും ചെയ്തു. സാധാരണ അങ്ങനെയാണ്. മഹാപണ്ഡിതന്മാർ, മഹാപണ്ഡിതകൾ അവർ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അത് ഇവിടെ എന്തെങ്കിലും ഒരു അടയാളം ആയിട്ട് ബാക്കി വയ്ക്കുമെന്നാണ്. അപ്പോൾ സ്ത്രീകൾ സ്വതം നദികളായിട്ട് വരികയാണ് പതിവ്. ഇങ്ങനെ ആ മഹാനദിയായിട്ട് ഒഴുകി കൗശികി നദി, സത്യവതി, സുവ്രത, ഋചീകൻ്റെ പത്നി, ദേവഹൂതിയെ പോലെയൊക്കെ അങ്ങനെ ഹിമവാനെ ആശ്രയിക്കുന്നതായിട്ടുള്ള, ഹിമവാനിൽ നിന്ന് ഒഴുകുന്നതായിട്ട് രമ്യമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള പുണ്യജലം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള, ശുദ്ധജലം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ആ ലോകഹിതകാരിണിയായിട്ട് ആ നദി ഇപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഹിമവാന്റെ പാർശ്വത്തിൽ എൻ്റെ സഹോദരിയായിട്ടുള്ള കൗശികിയിലുള്ള സ്നേഹത്തോടു കൂടിയിട്ട് ഇവിടെ വസിക്കണം. എൻ്റെ സഹോദരി സത്യത്തിലും ധർമ്മത്തിലും പ്രതിഷ്ഠിതയായി പതിവ്രതയായിരുന്നു, മഹാഭാഗ്യവതിയായിരുന്നു. അതുകൊണ്ട് തന്നെ നദിയായപ്പോഴും ശ്രേഷ്ഠ നദി എന്ന നിലയ്ക്ക്, പുണ്യനദി എന്ന നിലയ്ക്ക് ഇന്നും അറിയപ്പെടുന്നു. അതേപോലെ നിയമാനുഷ്ഠാനത്തിനായിട്ടാണ് ആ സത്യവതിയെ വിട്ട് ഇങ്ങോട്ട് സിദ്ധാശ്രമത്തിലേക്ക് പോകുന്നത്. രാമ, അങ്ങയുടെ തേജസ് കൊണ്ട് കാര്യസിദ്ധി ഇപ്പോൾ ഇതാ വന്നിരിക്കണം. എനിക്ക് യാഗം ചെയ്യാൻ സാധിച്ചുവല്ലോ. രാമ, അങ്ങ് ചോദിച്ചതിന് ഉത്തരമായിട്ട് ഈ വംശത്തിൻ്റെ, എൻ്റെ വംശത്തിൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതേപോലെ എൻ്റെ ദേശത്തിൻ്റെ കഥ, എൻ്റെയും കഥ ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞു തന്നിരിക്കണം. ഈ കഥകളൊക്കെ പറഞ്ഞ് രാമ ഇപ്പോൾ ഇതാ രാത്രി പകുതി കഴിഞ്ഞിറക്കണം. ഇനി വേഗം ഉറങ്ങിക്കോളൂ. എന്നുവെച്ചാൽ 2 യാമം കഴിഞ്ഞു, ഇനി 1 യാമം ഉറങ്ങാനുള്ള സമയമുള്ളൂ. വേഗം ഉറങ്ങിക്കോളൂ. നമുക്ക് യാത്രയിൽ വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാൻ തന്നെയാണ് രാമൻ. എന്നാലും വൃക്ഷങ്ങളൊന്നും അനങ്ങാണ്ടായി, എല്ലാ പക്ഷിമൃഗങ്ങളും നിദ്ര കൈക്കൊണ്ടു. രാത്രിയുടെ ഇരുട്ട് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കണു. രാത്രിയുടെ പൂർവ്വയാമങ്ങൾ മെല്ലെ മെല്ലെ കഴിഞ്ഞു പോകുകയാണ്. അതേപോലെ നക്ഷത്രതാരഗണങ്ങളൊക്കെ സമൃദ്ധമായിട്ട് ആകാശത്തിൽ കാണുന്നു. അതേപോലെ ആകാശം പ്രകാശപൂർണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആകാശത്തിൻ്റെ കണ്ണുകളായിട്ട് നക്ഷത്രങ്ങളെ പറയാറുണ്ട്. അപ്പോൾ അത്രയും ശോഭയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ആകാശം. ഈ ലോകാന്ധകാരത്തെ നീക്കുന്നതായിട്ട് ചന്ദ്രനും ഇതാ ഉദിക്കാൻ തുടങ്ങുകയാണ്. ലോകത്തിൽ സകല പ്രാണികളുടെയും മനസ്സിൽ ആഹ്ലാദം നിറച്ചുകൊണ്ട് ഇതാ കാന്തിമാനായിട്ട് ഈ ചന്ദ്രൻ വരണം. അതേപോലെ നിശാചാരികളായിട്ടുള്ള ജീവികൾ, രാത്രിചാരികളായിട്ടുള്ള യക്ഷരാക്ഷസ സംഘങ്ങൾ, പിശിത അശനന്മാർ എന്ന് വെച്ചാൽ മാംസത്തെ ആഹരിക്കുന്നവർ, മാംസം മാത്രം ആഹരിക്കുന്നവർ, വേറൊന്നും കഴിക്കില്ല അവർ. അങ്ങനെ അവരൊക്കെ രാത്രിഞ്ചരന്മാരാണ്. അവർ ഇതാ സഞ്ചരിക്കണു. മഹർഷി ഇങ്ങനെ ഒക്കെ പറഞ്ഞു നിർത്തി ശരി എന്ന് എല്ലാ മഹർഷിമാരും അതേപോലെ തന്നെ ഈ രാമനും പുകഴ്ത്തി. കുശികന്മാരുടെ ഈ വംശം ഏറ്റവും മഹത്തായതാണ്, ധർമ്മതൽപരരാണ്. ഈ കുശവംശക്കാരായിട്ടുള്ള എല്ലാവരും മഹാന്മാരാണ്, ബ്രഹ്മതുല്യരാണ്, എന്നുവെച്ചാൽ ഭക്തന്മാരാണ്, ജ്ഞാനികളാണ്. വിശേഷിച്ച് മഹായശസ്വിയായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി, അതേപോലെ സരിത്തുക്കളിൽ ശ്രേഷ്ഠയായിട്ടുള്ള കൗശികി കുലത്തിന് യശസ് വർദ്ധിപ്പിച്ചു എന്ന് ആ നദിയെക്കുറിച്ച്, സത്യവതിയെക്കുറിച്ച് പ്രത്യേകം പറയുകയാണ്. ഇങ്ങനെ ആ മുനിശ്രേഷ്ഠന്മാർ വിശ്വാമിത്രനെ പുകഴ്ത്തി. അസ്തമിച്ച സൂര്യനെ പോലെ അദ്ദേഹം ഉറക്കത്തിലേക്ക് പോയി, എന്നുവെച്ചാൽ ഉറങ്ങിയെന്നർത്ഥം. രാമൻ ലക്ഷ്മണനോട് കൂടിയിട്ട് കഥയൊക്കെ കേട്ട് വളരെയധികം അത്ഭുതത്തോടു കൂടിയിട്ട് ഈ മുനിശ്രേഷ്ഠനെ, വിശ്വാമിത്രനെ വാഴ്ത്തിക്കൊണ്ട് ഉറങ്ങാൻ കിടന്നു. അങ്ങനെ ഉറങ്ങി. അതിനുശേഷം 35-ാമത്തെ സർഗത്തിൽ പറയുകയാണ്, രാത്രി കുറേ കഴിഞ്ഞപ്പോൾ ശ്രോണ നദീ തീരത്ത് മഹർഷിമാരോട് കൂടിയിട്ട് കഴിച്ചതിന് ശേഷം രാവിലെ ഉണർന്നു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞു, രാമ, പ്രാതസന്ധ്യയായി, എഴുന്നേൽക്കൂ, അങ്ങേക്ക് മംഗളം സംഭവിക്കട്ടെ, യാത്രയ്ക്കായിട്ട് ഒരുങ്ങൂ. അവിടെ കൗസല്യ സുപ്രഭാരാമ എന്നാണ്. ഇവിടെ സുപ്രഭാത നിശാരാമ പൂർവാസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠോത്തിഷ്ഠ ഭദ്രം തേ ഗമനായാഭിരോചയ.
ഇങ്ങനെ രാമനെ ഉണർത്തുകയാണ്. ഇത് എല്ലാ ദിവസവും വിശ്വാമിത്രനുള്ള സമയത്തൊക്കെ ഉണർത്തുന്നുണ്ട്. അതേപോലെ വേറെയും ഉണ്ടാവാം, അതെല്ലാം പാട്ടായിട്ട് ഇങ്ങനെ ഇതിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലയോ രാമ, നേരം വെളുക്കാറായി എന്ന് വെച്ചാൽ 4ാമത്തെ യാമം തുടങ്ങുകയും അതുകൊണ്ട് എഴുന്നേൽക്കൂ, യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യൂ. അദ്ദേഹത്തിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിച്ച് രാമൻ ഇപ്രകാരം മുനിയോട് പറഞ്ഞു. അല്ലയോ വിശ്വാമിത്ര മഹർഷി, ഈ ആഴം കുറഞ്ഞ വെള്ളത്തോടു കൂടിയ ഈ നദിയുടെ തീരത്ത് മണൽത്തിട്ട ധാരാളമുണ്ട്. മണൽ ഇങ്ങനെ തീരമായിട്ട് കുറേയുണ്ട്. അത് അതിമനോഹരമാണ്. ശ്രോണ എന്ന ഈ തീർത്ഥം ഏത് വഴിയിലൂടെയാണ് നാം കടക്കേണ്ടത്, ഈ നദി എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ രാമൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു, ഈ മഹർഷിമാർ ഏത് വഴിയാണോ പോകുന്നത് അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച വഴി. അപ്പോൾ ഈ മഹർഷിമാർ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഋഷി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ നദി തരണം ചെയ്തു. കാടുകളൊക്കെ ധാരാളം കണ്ടുകൊണ്ട് യാത്രയായി. പകുതി സമയം എന്ന് വെച്ചാൽ ഉച്ചവരെ ഇങ്ങനെ നദിയിലൂടെ യാത്ര ചെയ്തു. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ അവർ മുനി പൂജിതമായിട്ടുള്ള നദികളിൽ വെച്ച ശ്രേഷ്ഠയുമായിട്ടുള്ള ജാഹ്നവി ഗംഗാ നദിയെ കണ്ടു എന്നാണ്. അപ്പോൾ ഈ നദിയിലൂടെ ഇങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പോൾ ഈ നദിയും ഗംഗയിലാണ് ചെന്ന് ചേരുന്നത്. അപ്പോൾ ആ ഗംഗാ നദിയെ കണ്ടു. ഇനി ആ ഗംഗാ നദിയെ അതിൻ്റെ ഉൽപ്പത്തി കാര്യങ്ങളൊക്കെ പറയുകയാണ്. പുണ്യജലമുള്ളതായിട്ടുള്ള ഹംസങ്ങൾ, അരയന്യങ്ങൾ, ധാരാളമുള്ള സാരസങ്ങൾ, കൊറ്റികൾ, അതുപോലെ കുളക്കോഴി, ഇങ്ങനല്ലേ ജലപക്ഷികൾ ഒക്കെ ധാരാളമുള്ളതായിട്ടുള്ള ആ നദി കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. നദീതീരത്ത് വിശ്രമത്തിനുള്ള ആ സ്ഥലം, ഇന്ന സ്ഥലം മതി എന്ന് അവരെല്ലാവരും നിശ്ചയിച്ചു. അതിൽ സ്നാനമൊക്കെ ചെയ്ത് പിതൃദേവതകളെ വിധിയാവണ്ണം തർപ്പണമൊക്കെ ചെയ്ത് അങ്ങനെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കുളിക്കുന്ന സമയത്ത് ദേവന്മാർക്കും ദേവഗണങ്ങൾക്കും പിതൃക്കൾക്കും പിതൃഗണങ്ങൾക്കും അതേപോലെ ഋഷിഗണങ്ങൾക്കും തർപ്പണം ചെയ്യണം. അപ്പോൾ അതൊക്കെ സൂര്യനെ ഊക്കാൻ ജൊലിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. മൂന്ന് നേരം ഉണ്ടത്. അങ്ങനെ ചെയ്തു. അഗ്നിഹോത്രങ്ങളെയൊക്കെ ഹോമിച്ച് ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഈ അഗ്നിഹോത്രത്തിനുള്ള തീ എപ്പോഴും അവർ കൊണ്ടുപോകും. അങ്ങനെയാണ് അമൃതം പോലെയുള്ള ഹവിസ് അവർ ആഹരിച്ചു. അപ്പോൾ ആ സമയത്താണ് അവർ ഈ പാചകം ചെയ്യുക. അത് ഈ ഹോമാഗ്നിയിലാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അങ്ങനെയെല്ലാം ഹവിസ് അവർ ഭക്ഷിച്ചു. ഗംഗാതീരത്ത് കൂടെ വളരെയധികം മനസ്സന്തോഷത്തോടു കൂടിയിട്ട് അവരിങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ ചുറ്റും ഇരിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് രാമലക്ഷ്മണന്മാരോടും ഇങ്ങനെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സന്തുഷ്ട മനസ്സിലായിട്ടുള്ള രാമൻ വിശ്വാമിത്രനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഭഗവാനെ, ഈ ത്രിപഥഗയായിട്ടുള്ള ആകാശം, ഭൂമി, പാതാളം, അതായത് ഗംഗയുടെ പ്രത്യേകത വിഷ്ണുപതിയാണ്, വിഷ്ണുപാദ തീർത്ഥമാണ്. അത് ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ ഉണ്ട്. അപ്പോൾ 3 ലോകത്തിലുമുണ്ട് എന്നാണ് പറയുക. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒഴുകുന്ന നദി ഗംഗ 3 നദികളായിട്ട് ഒഴുകുന്നു. സമുദ്രത്തെ പ്രാപിച്ചത് എങ്ങനെയാണ്, ആ കഥയൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ രാമൻ്റെ വാക്ക് കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി ഗംഗയുടെ ഉൽപ്പത്തി പറയാൻ തുടങ്ങി, അതിൻ്റെ വളർച്ചയെ പറയാൻ തുടങ്ങി. രാമ, ഈ ധാതുക്കളുടെ ഇരിപ്പിടമായിട്ടുള്ള ഹിമാലയം, ആ പർവ്വതത്തിന് അതുല്യകളായിട്ടുള്ള 2 കന്യകമാർ ഉണ്ട്. ഹിമവാന്റെ പത്നിയായിട്ടുള്ള ആ കന്യകയുടെ അമ്മയായിട്ടുള്ള മേന അതിസുന്ദരിയായിട്ടുള്ള മഹാമേരു പർവ്വതത്തിൻ്റെ മകളാണ് മേന. ഈ ഗംഗ മേനയുടെ ഹിമവാന്റെ ആദ്യത്തെ മകളാണ്. 2ാമത്തെ മകള് ഉമ, ശ്രീപാർവതി, അതും ഗംഗ നദിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ദേവന്മാർ എല്ലാവരും കൂടിയിട്ട് ദേവതാർത്ഥങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ത്രിപഥയായിട്ടുള്ള ഗംഗയെ കൊടുക്കണമെന്ന് ഹിമവാനോട് അഭ്യർത്ഥിച്ചു. ത്രൈലോക്യഹിതത്തിലുള്ള ഈ താല്പര്യം കൊണ്ട് ധർമ്മബോധത്തോടു കൂടിയിട്ട് ലോകത്തെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള സ്വച്ഛന്ദഗാമിയായിട്ടുള്ള യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റും ഗംഗയ്ക്ക്. എല്ലാ നദികൾക്കും അതുപോലെ പറ്റില്ല. അപ്പോൾ ഗംഗ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ലോകഹിതത്തിന് വേണ്ടിയിട്ട്, പ്രപഞ്ചം മുഴുവൻ. അപ്പോൾ ആകാശം തൊട്ട് ആകാശഗംഗ മുതൽ ഭാഗീരഥി, ഭോഗവതി, ഇങ്ങനെയൊക്കെ അളകനന്ദ ഭാരതത്തിൽ വലിയ കഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗംഗയ്ക്ക് എത്ര പേര് വെച്ചാൽ ഒരുപാട് പേരുണ്ട്. ജാഹ്നവി അതൊക്കെ അതിൽപ്പെട്ടതാണ്. ത്രിലോക ഹിതകാരിയായിട്ടുള്ള
അവർ 3 ലോകങ്ങളുടെയും ഹിതങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, രക്ഷിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരായിട്ട് ഗംഗയെ സ്വീകരിച്ച് ഏറ്റെടുത്തു. വളരെ കൃതാർത്ഥതയോട് കൂടിയിട്ട് തിരിച്ചുപോയി. അങ്ങനെ ഹിമവാനിൽ നിന്നും ഗംഗയെ സ്വീകരിച്ചു. കന്യകയായി കഴിയുന്ന ആ തപോധനയായിട്ടുള്ള മറ്റേ മകൾ ഉമ ഉഗ്രമായിട്ടുള്ള വ്രതമൊക്കെ കൈക്കൊണ്ട് ഈ ഉഗ്ര തപസ്സോട് കൂടിയിട്ട് ലോകപൂജിതായിട്ടുള്ള അവളെ ഈ ശൈലേന്ദ്രൻ ഹിമവാൻ മഹാദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. അർദ്ധനാരീശ്വരി ആയിട്ട് ശിവനും പാർവതിയും തീർന്നു. ഇങ്ങനെ ശ്രേഷ്ഠയായിട്ടുള്ള ഗംഗയും ഉമാദേവിയും ശൈലപുത്രിമാരായിട്ട് ലോകപൂജിതകളായി. ഈ സദ്വൃത്തരി ഉത്തമനായിട്ട രാമ ത്രിപഥഗയായിട്ടുള്ള നദി ആദ്യം ആകാശമാർഗത്തെ പ്രാപിച്ചതിനെ പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്രകാരമുള്ള ഈ രമ്യയായിട്ടുള്ള ഹിമവൽ പുത്രി ഗംഗ പുണ്യവതിയായിട്ട് ജലവാഹിനിയായിട്ട് സുരലോകത്തെ ആരോഹണം ചെയ്തു. എന്നുവെച്ചാൽ ഈ ജീവൻ്റെ ആധാരം ജലമാണ്. ആ ജലം ഗംഗയിലാണ്. ആ ഗംഗയിൽ നിന്നാണ് മറ്റുള്ള നദികൾക്കൊക്കെ വെള്ളത്തെ കൊടുത്തത്. അപ്പോൾ ഭഗവത്പതിയായിട്ട് വന്നത് ഈ ശുദ്ധജലം മുഴുവനും ഗംഗയാണ്. ആ ഗംഗയാണ് കടലിലേക്ക് ചെന്ന് ചേർന്നത്. അപ്പോൾ എവിടെയാണോ വെള്ളമുള്ളത് അത് മുഴുവൻ ഗംഗ എന്ന നിലയ്ക്ക് പറയാറുണ്ട്. അങ്ങനെയുള്ള ആ ഗംഗ സാധാരണ സമുദ്രത്തിനാണ് സിന്ധു എന്ന് പറയാം. ഗംഗയ്ക്കും സിന്ധു എന്ന് പറയാം എന്നാണ്. ഏതായാലും അത്രയും വലിയ ഹ്രദങ്ങൾ, കായലുകൾ, സരസ്സുകൾ ഒക്കെ ഈ ഗംഗയിലുണ്ട് എന്നാണ്. അനവധി ശാഖകളും ശാഖോപശാഖകളും ഒക്കെ ഉണ്ട് ഗംഗയ്ക്ക്. അങ്ങനെ 35ാമത്തെ സർഗം പറഞ്ഞു വെച്ചു. ഇനി 36ാമത്തെ സർഗം പറയാണ്. ആ മഹർഷി, വിശ്വാമിത്ര മഹർഷി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാമലക്ഷ്മണന്മാർ കഥയെ നന്നായി എന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം മുനിയോട് പറയാണ്, അല്ലയോ ബ്രഹ്മൻ, ഏറെ പുണ്യമായിട്ടുള്ള ഈ കഥ കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. ഇനി ജ്യേഷ്ഠപുത്രിയുടെ ദിവ്യവും ദേവലോകത്തിലെ മാനുഷവുമായുള്ള ഉൽപ്പത്തിയുടെ കഥ പ്രത്യേകം പറയണേ എന്ന് പറയാണ്. ലോകപാവനിയായിട്ടുള്ള ഗംഗ എന്ത് കാരണം കൊണ്ടാണ് 3 മാർഗത്തിലൂടെ ഒഴുകാൻ കാരണം, അല്ലെങ്കിൽ 3 ലോകത്തും ഒഴുകാനുള്ള കാരണം, 3 ലോകത്തിലും നദികളിൽ ശ്രേഷ്ഠമായിട്ട് പേരെടുക്കാനുള്ള കാരണം എന്താ, ഇത്രയും യശസ് വരാനുള്ള കാരണം എന്താ? ഇങ്ങനെ രാമൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, അനവധി ഋഷിമാർ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുക അല്ലയോ രാമ. മഹാതപസ്വിയായിട്ടുള്ള പരശുരാമൻ വിവാഹത്തിന് ശേഷം ദേവിയെ കണ്ട് ആവേശഭരിതയായിട്ട് മൈഥുനത്തിന് വേണ്ടിയിട്ട് ചെന്നു എന്നാണ്. രതിക്രീഡയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ 100 ദേവവർഷങ്ങൾ നീലകണ്ഠനായിട്ടുള്ള മഹാദേവൻ പിന്നിട്ടു. സന്തതി പറഞ്ഞില്ല. അപ്പോൾ ബ്രഹ്മാവ് മുൻനിർത്തിക്കൊണ്ട് ദേവന്മാർ വളരെയധികം ഭയപ്പെട്ടു. ഇതിൽ നിന്നുണ്ടാകുന്ന സന്തതിയെ ആർക്കാണ് താങ്ങാൻ സാധിക്കുക എന്നുള്ള ആ ദുഃഖം അവർ ഒരു സംശയമായിട്ട് അദ്ദേഹത്തെ സമീപിച്ച് നമസ്കരിച്ച് ഇങ്ങനെ പറഞ്ഞു, ദേവദേവ മഹാദേവ, ഈ ലോകത്തിൻ്റെ ഹിതത്തിൽ തൽപരനായുള്ള മഹാദേവ, ഞങ്ങളുടെ ഈ നമസ്കാരം അത് സ്വീകരിച്ച പ്രസന്നനാവണേ. അങ്ങയുടെ തേജസ്സിനെ അത് വഹിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകങ്ങൾക്ക് കരുത്തുണ്ടാവില്ല. അതുകൊണ്ട് ദേവിയോട് കൂടിയിട്ട് ബ്രഹ്മതപസ് ആരംഭിക്കണേ എന്ന് പറയാണ്. ഇവിടെ മഹാദേവനോട് പ്രാർത്ഥന, കാരണം അത് ഈശ്വരന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ദേവദേവ മഹാദേവ ലോകസ്യാസ്യ ഹിതേരത സുരാണാം പ്രണിപാതേന പ്രസാദം കർത്തുമർഹസി ന ലോകാധാരയിഷ്യന്തി തവ തേജസുരോത്തമ ബ്രാഹ്മേണ തപസാ യുക്തോ ദേവ്യാ സഹ തപശ്ചര ത്രൈലോക്യഹിതകാമാർത്ഥം തേജസ്തേജസി ധാരയ രക്ഷ സർവാനിമാൻ ലോകാൻ നാലോകം കർത്തുമർഹസി ദേവതാനാം വചശ്രുത്വാ സർവലോകമഹേശ്വര ബാഠമിത്യബ്രവീൽ സർവാൻ പുനശ്ചേദമുവാച. ഇങ്ങനെ ദേവന്മാർ മഹാദേവനോട് അങ്ങ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഈ പുത്രനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കാർക്കും കഴിവില്ല. അങ്ങ് അതിന് പരിഹാരം കാണണം. 3 ലോകങ്ങളുടെയും ഹിതത്തിനായിട്ട് ഈ തേജസ്സിനെ അങ്ങ് തന്നെ വഹിക്കണം. ഇത് എങ്ങനെയാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്? എല്ലാ ലോകങ്ങളുടെയും ഈശ്വരനായിട്ടുള്ള ഭഗവാന്റെ തപസ് 2 പേരും കൂടിയിട്ട്, അമ്മയും അച്ഛനും കൂടിയിട്ട് ചെയ്യുക തന്നെ വേണം. എന്നാലാണ് ഇത്
പരിഹാരം ആയിട്ട് വരികയുള്ളൂ എന്നെല്ലാം പറഞ്ഞപ്പോൾ ആ ദേവന്മാരുടെ വാക്ക് കേട്ടപ്പോൾ അങ്ങനെ തന്നെ ആവാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ പറയാണ്, ഞാൻ ഉമയോട് കൂടിയിട്ട് തേജസ്സിൽ തന്നെ വഹിക്കാം. ദേവന്മാരെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ക്ഷേമം സംഭവിക്കട്ടെ. ദേവന്മാരോട് പറയാണ്, ഈ രേതസ് സ്ഖലിച്ചു കഴിഞ്ഞപ്പോൾ അതിമഹത്തമം ആണ്. ആ തേജസ്സിനെ ആര് വഹിക്കും? നിങ്ങൾ പറയൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവന്മാർ സ്ഖലിതമായിട്ടുള്ള ആ തേജസ്സിനെ ഭൂമി വഹിച്ചോളും എന്ന് പറഞ്ഞു. ഭൂമിക്കും അതിനുള്ള കഴിവില്ലാത്രേ. മഹാദേവൻ്റെ ഈ തേജസ്സിനെ വഹിക്കാനുള്ള കഴിവ് ഭൂമിക്കും കഷ്ടിയാണ്. അപ്പോൾ ഭൂമി വഹിക്കും എന്നിങ്ങനെ പറഞ്ഞു. അതനുസരിച്ച് മഹാദേവൻ തേജസ്സിനെ ഭൂമിയിലേക്ക് മോചിപ്പിച്ചു. കാട്, അതേപോലെ മല, പർവ്വതം, അങ്ങനെയല്ലേ, അതൊക്കെ ഉള്ളതായിട്ടുള്ള ഭൂമിയിൽ അത് പതിച്ചു, അത് വ്യാപനം ചെയ്തു എന്നാണ്. ദേവന്മാർ പിന്നെ അഗ്നിയോട് പറഞ്ഞു, ഈ രുദ്രൻ്റേതായിട്ടുള്ള ഈ തേജസ്സിനെ വായുവിനോട് കൂടിയിട്ട് ആവേശിച്ചാലും അപ്പോൾ ഭൂമിക്ക് മുഴുവൻ ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് അഗ്നിയും വായുവും കൂടിയിട്ട് അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അത് അഗ്നിയുടെ പ്രവേശത്തോട് കൂടിയിട്ട് ശ്വേതപർവ്വതമായിട്ട് തീർന്നു. ദിവ്യമായിട്ടുള്ള ഒരു ശരവണം, ഒരു ഞാവൽക്കാട് അവിടെ ഉണ്ടായി എന്നാണ്. അങ്ങനെ പാവകാദിത്യ സന്നിഭനായിക്കൊണ്ട് അത് ഈ തേജസ് അങ്ങനെ വിളങ്ങി നിന്നു, വിരാജിച്ചു എന്നാണ്. അവിടെ മഹാതേജസ്വിയായിട്ടുള്ള കാർത്തികേയൻ ആ അഗ്നിയിൽ നിന്ന് ഉണ്ടായി. അഗ്നിജനായിക്കൊണ്ട് ഈ രുദ്രാംശം, ആ കാർത്തികേയൻ, ഗുഹൻ, സുബ്രഹ്മണ്യൻ ഉണ്ടായി. അങ്ങനെ ഉമാദേവിയെയും ശിവനെയും ദേവന്മാരെയും ഋഷിഗണങ്ങളും അത്യന്തം സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്ര മഹർഷി പറയാണ്, ആ ഘട്ടത്തിൽ പാർവതി ദേവന്മാരോട് ഈ പ്രകാരത്തിൽ പറഞ്ഞു, എന്നോട് ചെയ്ത ഈ അപ്രിയത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പം അത് പാർവതിക്ക് അത്ര സമ്മതമായില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ജലമെടുത്ത് ഈ ഭാസ്കര പ്രഭയുള്ളവളായിട്ടുള്ള, സൂര്യൻ്റെ പ്രഭയുള്ളതായിട്ടുള്ള, ക്രോധം കൊണ്ട് കുറച്ച് ചുവന്നതായിട്ടുള്ള കണ്ണുകളോട് കൂടിയ ആ പാർവതി കുറച്ച് ശുണ്ഠിയെടുത്തിട്ട് പറഞ്ഞു, പുത്രന് വേണ്ടി സംഗമം ചെയ്ത എന്നെ അതിൽ നിന്ന് അകറ്റിയ നിങ്ങൾക്ക് സ്വന്തം പത്നിമാരിൽ സന്തത്യുൽപാദനം ചെയ്യാൻ സാധിക്കാതെ വരട്ടെ. ഇന്നു മുതൽ നിങ്ങൾക്ക് പത്നിമാർ സന്താനമില്ലാത്തവരായി തീരട്ടെ എന്ന് പറയുകയാണ്. അതായത് ദേവന്മാർക്ക് സന്തതി ഇല്ലാതിരിക്കാനുള്ള കാരണം ശിവനിൽ നിന്നും പാർവതിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഈ സുബ്രഹ്മണ്യനെ അതിൽ നിന്നും അകറ്റി ഭൂമിയിലിട്ടു. ഭൂമിയിൽ നിന്നും പിന്നെ അഗ്നി, വായു, ഇങ്ങനെയൊക്കെ. അതിനുശേഷം പിന്നെ സംരക്ഷിച്ചത് കൃത്തികമാരാണ്. അപ്പോൾ അതുകൊണ്ട് കാർത്തികേയനായി. ഇങ്ങനെ അനവധി മാറ്റങ്ങൾ സംഭവിച്ചു. ഇതൊന്നും പാർവതിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഇനി ദേവന്മാർക്ക് സന്താനം ഇല്ലാണ്ട് വരട്ടെ എന്ന് ശപിച്ചു എന്നാണ്. പിന്നെ സന്താനം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ സർവ്വദേവന്മാരെയും ശപിച്ചതിന് ശേഷം ഭൂമിയെയും ശപിച്ചു. അല്ലയോ ഭവാനി, ഭൂമിയോട് പറയാണ്, നീ പല രൂപമുള്ളവളായിട്ട് ബഹുഭാര്യയായിട്ട് പലരുടെയും പത്നിയായിട്ട് തീരട്ടെ. ദുഷ്ടബുദ്ധിയായവളെ, എനിക്ക് പുത്രനുണ്ടാവരുത് എന്ന് കരുതി അതുകൊണ്ട് എൻ്റെ കോപപാത്രമായിട്ട് കലുഷമായി തീരുന്ന നിനക്ക് പുത്രനാനുള്ള പ്രീതി കിട്ടാതെ പോകും. അപ്പോൾ ഭൂമിയുടെ പുത്രനുണ്ട്, ഭൗമൻ, ശങ്കരാംശം തന്നെയാണ്. നരകാസുരൻ ഒക്കെ വളരെ പ്രശ്നമാണ്. ഭൂമിക്ക് സന്തതി കൊണ്ട്, ഭൂമിയുടെ സന്താനം കൊണ്ട് ഭൂമിക്ക് അത്ര സുഖമില്ല. അതൊക്കെ പാർവതിയുടെ ശാപമാണ്. അപ്പോൾ മഹാദേവൻ ഈ പീഡിതരായിട്ടുള്ള സർവ്വദേവന്മാരെയും കണ്ട് പടിഞ്ഞാട്ട് പോകാൻ തുടങ്ങി. അപ്പം വടക്ക് ദിക്കിലുള്ള പാർശ്വത്തിൽ ഹിമവൽ ശൃംഗത്തിൽ ദേവിയോട് കൂടിയിട്ട് പിന്നീട് തപസ് ചെയ്യുകയും ചെയ്തു. കാരണം ദേവിയുടെ ഈ കോപത്തെ ഇല്ലാണ്ടാക്കണം. അതിന് ദേവിയോട് കൂടിയിട്ട്, പാർവതിയോട് കൂടിയിട്ട് ശിവൻ സ്വതേ വടക്കേ ഭാഗത്താണ്. വടക്കുന്ന് നേരെ പടിഞ്ഞാട്ട് യാത്രയായി എന്നാണ്. എന്നിട്ട് അവിടെ തപസ് ചെയ്തു. അല്ലയോ രാമ, ഈ ശൈലപുത്രിയുടെ ഈ കഥ കേട്ടുല്ലോ. ഇനി ലക്ഷ്മണനും രാമനും കൂടിയിട്ട് ഗംഗാപ്രഭാവ കഥ എന്നിൽ നിന്നും കേട്ടോളൂ. ഇങ്ങനെ 36ാമത്തെ സർഗവും പറഞ്ഞു വെച്ചു. അതിനുശേഷം 37ാമത്തെ സർഗം പറയാണ്, അധ്യായത്തിൽ പറയാണ്, മഹാദേവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവന്മാർ അഗ്നിദേവനെ മുൻനിർത്തിക്കൊണ്ട് ബ്രഹ്മാവിനെ സമീപിച്ച്, ഇനി ഞങ്ങൾ സേനാധിപതിയായിട്ടുള്ള ഒരു ശിവ അംശത്തെ, ഈ പാർവതിയുടെ പുത്രനെ ആഗ്രഹിക്കണോ? ദേവന്മാർക്ക് ഇപ്പോൾ സേനാപതിയില്ല, അതുകൊണ്ട് ബ്രഹ്മാവ് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദേവന്മാരും അഗ്നിയോട് കൂടിയിട്ട് പിതാമഹനെ പ്രണമിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മുനെ, ഈ
സേനാധിപതിയായിട്ടുള്ള ഈ ബീജ രൂപത്തിൽ നൽകിയതായിട്ടുള്ള പരമശിവൻ ഉമയോട് കൂടിയിട്ട് തപസ് ചെയ്യുകയാണ്. ചെയ്യേണ്ടതെല്ലാം അറിയുന്നതായിട്ടുള്ള ബ്രഹ്മാവേ, ഈ ലോകഹിതത്തിനായിട്ട് ഇനി എന്താണോ ചെയ്യേണ്ടത് അത് ഞങ്ങൾക്ക് ചെയ്യാറില്ല, അങ്ങ് തന്നെ ചെയ്യണം. ഞങ്ങൾക്ക് ബ്രഹ്മാവാകും ത്രിമൂർത്തികളിൽ ഒരാണ്. അപ്പോൾ ദേവന്മാരുടെ ദേവൻ എന്ന നിലയ്ക്ക് ത്രിമൂർത്തിയിൽ ഇപ്പോൾ ബ്രഹ്മാവിനെ ആശ്രയിച്ചു അവർ എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ സർവ്വലോക പിതാമനായിട്ടുള്ള ഇത് ദേവന്മാരുടെ വാക്കുകൾ കേട്ട ബ്രഹ്മാവ് വളരെ മധുരമായിട്ട് പറഞ്ഞു എന്നാണ്. ആശ്വസിപ്പിച്ചുകൊണ്ട്, ദേവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അവരവരുടെ പത്നിമാരിൽ മക്കളുണ്ടാവില്ലെന്ന ഈ ഉമാദേവിയുടെ ശാപം അത് സത്യമായി തന്നെ ഭവിക്കും. അതിന് ഒന്നും ഇനി മാറ്റം ചെയ്യാൻ സാധിക്കില്ല. ഈ ആകാശഗംഗയുടെ പുത്രനെ അഗ്നിദേവൻ ജനിപ്പിക്കും. അദ്ദേഹം ശത്രുക്കളെ നശിപ്പിക്കുന്നതായിട്ടുള്ള ദേവസേനാധിപതിയായിട്ട് മാറുകയും ചെയ്യും. അത് ഈ ഉമാദേവിക്കും മഹാദേവനും ഇഷ്ടമാവുകയും ചെയ്യും. അല്ലയോ രഘുനന്ദന, ആ വാക്ക് കേട്ടപ്പോൾ സർവ്വദേവന്മാരും പിതാമഹനെ വളരെ ധന്യം എന്ന നിലയ്ക്ക് അത് വളരെ നന്നായി എന്ന് അഭിനന്ദിച്ചു, പൂജിച്ചു. അവരെല്ലാവരും കൂടിയിട്ട് ഈ ധാതുസമ്പന്നമായിട്ടുള്ള കൈലാസപർവ്വതത്തിൽ ചെന്ന് പുത്രനായിട്ട് വേണ്ടത് ചെയ്യാൻ അഗ്നിയെ ഏർപ്പെടുത്തി. അതിനുശേഷം അഗ്നിഭഗവാനെ ഈ ദേവകാര്യം നടത്തിയാലും ശൈലപുത്രിയായിട്ടുള്ള ഗംഗയിൽ തേജസ് നിക്ഷേപിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അഗ്നിദേവൻ്റെ കയ്യിലുള്ള ആ തേജസ്സിനെ, രുദ്രാംശത്തെ, ആ സ്ഖലിച്ചതായിട്ടുള്ള ഈ രേതസ്സിനെ അല്ലെങ്കിൽ ആ ബീജത്തെ അത് ഗംഗയിൽ ഇടുകയാണ് ഉണ്ടായത്. അപ്പോൾ ദേവന്മാരോട് അപ്രകാരം പറഞ്ഞപ്പോൾ അഗ്നി ഗംഗയെ സമീപിച്ചു. ദേവി, ദേവന്മാരുടെ പ്രിയത്തിനായിട്ട് ഈ ഗർഭത്തെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ ഗംഗ ദിവ്യരൂപം ധരിച്ചു. ആ ഗംഗ അതിൻ്റെ മഹിമയറിഞ്ഞ് എല്ലാ ദിക്കിലും വ്യാപിച്ചു. ഈ അഗ്നി രുദ്ര തേജസ് കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു. അതിനുശേഷം ഗംഗയുടെ ഒഴുക്കിൽ ഒട്ടാകെ അത് എല്ലാ ദിക്കിലും നിറഞ്ഞു നിന്നു എന്നാണ്. അപ്പോൾ ഗംഗ അഗ്നിയോട് പറഞ്ഞു: അങ്ങയുടെ ഈ തേജസ് ധരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഞാൻ അശക്തയാണ്. കാരണം ഇത് രുദ്രൻ്റെ തേജസ്സാണ്. അത് അതിനൊരു കഴിവ് പ്രത്യേകം വേണം. അത്രയ്ക്കുള്ള കഴിവ് എനിക്കില്ല എന്ന് പറയുകയാണ്. അത് അത്രയ്ക്കും ഭാരം എന്നോ അല്ലെങ്കിൽ തേജസ് കൂടിയതെന്നോ ചൂടെന്നോ എന്താ വെച്ചാൽ പറയാം. എന്തായാലും അങ്ങനെയാണ്. ഈ തേജസ് എൻ്റെ സർവാംഗത്തെയും ദഹിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ എൻ്റെ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്നു, ഞാൻ തളർന്നു പോവുകയാണ്. അപ്പോൾ അഗ്നി ഗംഗയോട് പറഞ്ഞു: എന്നാൽ ഹിമവാൻ്റെ പാർശ്വത്തിൽ താഴ്വരയിൽ അത് ഉപേക്ഷിക്കാം, അതിലേക്ക് പ്രവേശിപ്പിച്ചോളൂ, എന്നുവെച്ചാൽ അവിടെ പ്രസവിച്ചോളൂ എന്ന നിലയ്ക്കാണ് പറഞ്ഞത്. അപ്പോൾ അല്ലയോ അനഘ, നിർദ്ദേശം കേട്ടപ്പോൾ ഈ അതിഭാസ്വരമായിട്ടുള്ള ആ ഗർഭത്തെ തൻ്റെ സ്രോതസ്സിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് ഗംഗ ഹിമവൽ പാർശ്വത്തിൽ താഴ്വരയിൽ അത് നിക്ഷേപിച്ചു. ഇങ്ങനെ രാമനോട് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. ആ ഗംഗയിൽ നിന്ന് നിർഗമിച്ചതായിട്ടുള്ള അത് ഈ തേജസ് അത് ഉരുകിയ തങ്കത്തിൻ്റെ ശോഭയോട് കൂടിയിട്ട് ഭൂമിയിൽ വല്ലാത്തൊരു, ആ ഹിമവൽ പാർശ്വത്തിലെ താഴ്വരയിൽ വല്ലാത്തൊരു തേജസ്സോട് കൂടിയിട്ട് കാണപ്പെട്ടു എന്നാണ്. ഭൂമിയെ പ്രാപിച്ച് അത് സ്വർണമായിട്ടും പിന്നെ ഹിരണ്യമായിട്ടും വെച്ചാൽ വെള്ളം കുറച്ചൊരു വെളുത്ത നിറം വന്നു വെച്ചപ്പോൾ പിന്നെ അത് വെള്ളിയായിട്ട് മാറി എന്നാണ്. പിന്നെ കൊടും ചൂടിൽ ചെമ്പായിട്ട് മാറി, പിന്നെ കാരിരുമ്പായി, അതിൻ്റെ ഈ ചളി എന്ന നിലയ്ക്ക് തകരമായി, ഈയമായിട്ട് അത് ഭവിച്ചു എന്നാണ്. ഇപ്പോൾ അവിടെ സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, അത് കഴിഞ്ഞ് കൂട്ടുലോഹങ്ങളായിട്ട് ഓട്, പിച്ചള, അത് കഴിഞ്ഞ് വീണ്ടും മലമായിട്ട് അത് കറുത്തീയം, വെളുത്തീയം, ആദ്യം വെളുത്തീയം പിന്നെ കറുത്തീയം, ഇങ്ങനെ ഉണ്ടായി എന്നാണ്. അപ്പോൾ ഈ 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള നിധികൾ, അതേപോലെ രത്നം, തങ്കം, ഇങ്ങനെ 9 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ നിധികളുണ്ട്. അത് മുഴുവൻ ധാതുക്കളാണ്. അത് മുഴുവൻ ഈ ഭണ്ഡാരത്തിലെ മുതൽക്കൂട്ടാണ്. അതൊക്കെ ഉണ്ടായത് ഇങ്ങനെയാണ്. ഈ ശിവാംശം അത് ഭൂമിയിൽ ഹിമവാനിലാണ് അത് നിക്ഷേപിച്ചത് ഗംഗ. അപ്പോൾ ഇത് ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരമാണ്. ഇത് ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ ദേഹത്തിലേക്കും ഇതിൻ്റെ ഈ 8 നിധികളുടെയും അല്ലെങ്കിൽ 9 നിധികളുടെയും അംശം വേണം. രത്നത്തിൻ്റെ വേണ്ട, തങ്കത്തിൻ്റെ വേണ്ടു. അപ്പോൾ
എല്ലാ അംശങ്ങളും ദേഹത്തിലുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ ദേഹത്തിൽ ഈ 9 ധാതുക്കളുണ്ട്. അതിൻ്റെ വകഭേദങ്ങളായിട്ട് ഇപ്പം നമ്മൾ കെമിസ്ട്രിയിൽ 64 മൂലകങ്ങൾ എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മറ്റേ ഈ ദേഹത്തിലുണ്ട് എന്നാണ്. ഇങ്ങനെ അത് എല്ലാ ദിക്കിലേക്കും, ഈ ഹിമവാൻ്റെ എല്ലാ ദിക്കിലും ചെന്നാലും ഇത് കുറച്ച് കിട്ടും. അത് ചില കൊടുമുടികളിൽ കൂടുതലുണ്ടാവും. അവിടെ സൂര്യൻ്റെ പ്രകാശം തട്ടുമ്പോൾ അത് പ്രകാശിച്ച് കൂടുതൽ കാണുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ്. ഈ തേജസ് ഇങ്ങനെ നിക്ഷിപ്തമായതോടു കൂടിയിട്ട് ആ തേജസ് കൊണ്ട് പർവ്വതത്തിനോട് ചേർന്ന് ആ കാട്ടിൽ മുഴുവൻ സ്വർണം ഉണ്ട് എന്ന രീതിയിൽ എത്തിത്തീർന്നു. എല്ലാ ദിക്കിലും സ്വർണ്ണമുണ്ട്, പക്ഷേ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. സ്വർണ്ണ ഖനിയായിട്ട് ചില ദിക്കിലുണ്ടാവും. അത് ഒന്നിച്ചിങ്ങനെ സ്വർണ്ണ കട്ടികളായിട്ടുണ്ടാവും. അതാണെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ സ്വർണം വീണു എന്നർത്ഥമല്ലോ. ഇങ്ങനെ സ്വർണം ധാരാളമായിട്ട്. പിന്നെ ബ്രഹ്മാവ് അവിടെ എത്തി അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. ഈ ജനിച്ചതായിട്ടുള്ള ഈ ശിശു ഉണ്ടല്ലോ, ആ ശിശു അത്യധികം സൗന്ദര്യത്തോടു കൂടിയിട്ട് ജാതരൂപം എന്ന പേരോട് കൂടിയിട്ടായിട്ട് ഇനി ഭവിക്കും. നമ്മൾ ഭാഗവതത്തിൽ ഇതൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്ന രീതിയിൽ ദ്യൂതം പാനം സ്ത്രീയസൂനം ജാതരൂപം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഈ ജാതരൂപം എന്നുള്ള സ്വർണ്ണമാണ്. അതിൻ്റെ വ്യാഖ്യാനത്തിലും അത് പറയുന്നുണ്ട്. അപ്പോൾ ആ ജാതരൂപം ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു നിയമപ്രകാരമാണ് ഉണ്ടായത്. അത് ശിവാംശമാണ്, ശിവൻ്റെ ഈ രേതസ്സാണ്. അന്ന് മുതൽക്ക് സ്വർണം ജാതരൂപമെന്ന് യശസ് നേടി. അവിടെ പുല്ല്, വൃക്ഷം, ലത, മറ്റേ പൊന്തകൾ, അതായത് 6 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സസ്യജാലങ്ങളുണ്ട്. അതൊക്കെ അവിടെ ഉണ്ടായി എന്നാണ്. അതൊക്കെ സ്വർണമായിട്ട് ഭവിച്ചു എന്നാണ്. അതായത് ഈ പരിണാമം എന്നുള്ള നിലയ്ക്ക് ഈ വീണ് കിടക്കുന്നതായിട്ടുള്ള മരം അത് ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ട് അതിൻ്റെ ഉറപ്പിനനുസരിച്ച് ക്രമേണയായിട്ട് അത് കൽക്കരിയായിട്ട് മാറും എന്നൊക്കെയുണ്ട്. അതിന് ശേഷമാണ് ഇങ്ങനെ അതിൻ്റെ ഉള്ള ഈ ധാതു സ്വർണമായിട്ട് ഒക്കെ മാറുത്രേ. ഏതായാലും അങ്ങനെ കുറേ ശാസ്ത്രങ്ങളുണ്ട്, മുഴുവനൊന്നും നമുക്ക് അറിയില്ല. ജിയോഗ്രഫി പഠിക്കുന്നവർക്കേ അതൊക്കെ അറിയുള്ളൂ. ഏതായാലും ആ തേജസ്സിൽ നിന്നുണ്ടായതൊക്കെ ഈ കാഞ്ചനമായിട്ട് മാറി, സ്വർണമായിട്ട് മാറി. പിന്നെ ആ തേജസ്സിൽ നിന്ന് ഭവിച്ച കുമാരൻ, ആ കുമാരനെ ഇന്ദ്രൻ വായുഗണങ്ങൾക്ക് വളർത്താനായിട്ട് കൊടുത്തു. അവർ പാല് കൊടുത്ത് മറ്റേ സ്തന്യം കൊടുക്കാൻ അവരുടെ ഇല്ല, ദേവന്മാരുടെ ഇല്ല. അപ്പോൾ അവർ കൃത്തികൾ 6 പേരാണ് കൃത്തികൾ. അവർ സത്യവാദിനികളാണ്, മാത്രമല്ല ശിവഭക്തന്മാരാണ്, ശിവഭക്തകളാണ്. അപ്പോൾ അവർക്ക് കൊടുത്തു. വായുദേവൻ ഈ പത്നിമാരായിട്ടുള്ള കൃത്തികകൾക്ക് കൊടുത്തു. അരിഷ്ടനേമിയുടെ മകള് രൂപം പൂണ്ട് അനുപമയായിട്ടുള്ള സുമതി എന്ന പേരുള്ള ഒരു പത്നിയാണ് ആദ്യത്തെ. മറ്റത് സത്യവാദിനി. പിന്നെ അദ്ദേഹം അവരോട് കൂടിയിട്ട് ഈ ഹിമവൽ പാർശ്വത്തിൽ ചെന്ന് ഭൃഗുപ്രസ്രവണം എന്ന പേരുള്ള ഒരു പർവ്വതപ്രദേശത്ത് തപസ് ചെയ്തു. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ, ഒരു 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ തപസ്സിൽ പൂജിതനായിട്ട് സത്യസന്ധരിൽ ശ്രേഷ്ഠനായിട്ട് ഭൃഗുമഹർഷി സഗരന് വരം കൊടുത്തു എന്നാണ്. ഹേ പുരുഷശ്രേഷ്ഠ, അങ്ങേക്ക് സുരേട്ട ഒരു പേജ് മാറിയിട്ടോ, ഈ പേജ് വളരെ കനം കുറവാണ്. അപ്പോൾ ആ തേജസ്സിൽ നിന്ന് ഭവിച്ച കുമാരനെ ഇന്ദ്രൻ മരുദ്ഗണങ്ങൾക്ക് മുതലായിട്ടുള്ള ദേവന്മാർക്ക് കൊടുത്തു. അങ്ങനെ പാല് കൊടുത്ത് വളർത്താൻ വേണ്ടി കൃത്തികകളെ ഏൽപ്പിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിറന്ന ഉടനെ അവരെ എല്ലാവരും ഈ മകൻ നമ്മുടെ എല്ലാവരുടെയും ആയിരിക്കട്ടെ എന്ന് ഉത്തമമായിട്ടുള്ളൊരു നിശ്ചയം ചെയ്തു. അതായത് 6 പേരുണ്ട്, 6 പേർക്കും കൂടിയിട്ട് ഒരു ഉണ്ണിയാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരാൾ എന്ന് നമ്മൾ തീരുമാനം എടുത്താൽ മതി. എന്നാൽ പിന്നെ വേറെ ആൾക്ക് അതിൽ ഇടപെടേണ്ട, മറ്റേ തമ്മിലൊരു മത്സരം ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാ ദേവന്മാരും ഈ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഈ സ്തന്യം കൊടുക്കൽ കൃത്തികകൾ ഈ കാർത്തികേയന് സ്തന്യം കൊടുത്തു. 6 പേരും അമ്മമാരായിട്ട് സ്തന്യം കൊടുത്തു. അങ്ങനെ ദേവന്മാർ ഈ ഉണ്ണിക്ക് കാർത്തികേയൻ എന്ന് പേരിട്ടു. ഈ ത്രൈലോക്യ വിഖ്യാതനായിട്ട് കാർത്തികേയൻ സുബ്രഹ്മണ്യൻ ഭവിക്കും, സംശയമില്ല. അഗ്നിയെ പോലെ പ്രകാശിക്കുന്ന ഈ ദേവസൈന്യാധിപൻ അദ്ദേഹം ആ യശസ്സിന് പാത്രമാകും
എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയെ കുളിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യകൾ ചെയ്തു. ഗർഭ പരിശ്രമത്തിൽ നിന്നും വീണതായതുകൊണ്ട് അഗ്നിപ്രഭനായിട്ടുള്ള മഹാഭാഗം അങ്ങനെയായിട്ടുള്ള ആ ഉണ്ണിക്ക് സ്കന്ദൻ, അതായത് സ്രവിച്ചവൻ, വീണവൻ എന്നൊക്കെ അർത്ഥം. അതാണ് സ്കന്ദൻ. അപ്പോൾ ഗർഭത്തിൽ നിന്നും പ്രസവിച്ചു എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ സ്രവിച്ചു എന്നോ നിലയ്ക്കാം, അങ്ങനെ ഒരു അർത്ഥം വരും സ്കന്ദൻ എന്നതിന്. അതുകൊണ്ട് ഈ ഉണ്ണിക്ക് സ്കന്ദൻ എന്ന് പേര് വരും. അതേപോലെ കൃത്രികമാരുടെ ഈ വക്ഷസിൽ നിന്ന് സ്തനത്തിൽ നിന്ന് ചുരുന്നതായിട്ടുള്ള പാല് കുടിച്ചതുകൊണ്ട് കുട്ടി 6 അമ്മമാരുടെ പാല് കുടിച്ചതുകൊണ്ട് 6 മുഖമുള്ളവനായിട്ട് തീർന്നു. അതുകൊണ്ട് 6 മുഖൻ എന്ന് പ്രത്യേകമായിട്ട് പേരിട്ടു. ഈ ഉണ്ണിയുടെ കഴിവനുസരിച്ച് 6 പേരിൽ നിന്നും ഒരേ സമയത്ത് മുല കുടിക്കാൻ സാധിച്ചു. അതിന് 6 തലകളുണ്ടായി, 6 വായുണ്ടായി. അതിനുള്ള കഴിവുണ്ട് സുബ്രഹ്മണ്യന്. ബ്രഹ്മം തന്നെയാണ് സുബ്രഹ്മണ്യൻ്റെ. അത് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ബ്രഹ്മം തന്നെയാണ്, വിഷ്ണു തന്നെയാണ് പ്രത്യേകമായിട്ട് പറയേണ്ടത്. ഏതായാലും ഈ 6 മുഖത്തോട് കൂടിയിട്ട് 6 മുഖൻ മാത്രമല്ല അത്യധികം സൗന്ദര്യത്തോടു കൂടിയിട്ട് ഈ ഉണ്ണി വളർന്നു. അതേപോലെ തന്നെ അതിവീര്യത്തോടു കൂടിയിട്ടും. സുബ്രഹ്മണ്യൻ്റെ അത്രയും വീര്യം വേറെ ആർക്കുമില്ല. ഇനി മാത്രമല്ല എങ്ങനെയൊക്കെ വീര്യം ഉണ്ടെങ്കിലും കുമാരഭാവത്തിലാണ്. വയസ്സ് കൂടുതൽ വിഷയമില്ല, എന്നും കുമാരൻ എന്നുള്ള നിലയ്ക്കാണ്. അതിന് പറയും. അങ്ങനെ ദൈത്യ സൈന്യങ്ങളുടെ നേതാവായിക്കൊണ്ട് സൈന്യാധിപൻ എന്ന നിലയ്ക്ക് ഈ താരകാസുരനെ വധിക്കണ്ടേ. അപ്പോൾ ആ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അഗ്നിമുഖനായിട്ടുള്ള ദേവന്മാർ ഈ ദേവസേനാ ഗണത്തിൻ്റെ പതിയായിട്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. രാമ, ഈ ഗംഗയുടെ കഥയും അതേപോലെ ഈ കുമാരൻ എന്നുള്ള സുബ്രഹ്മണ്യൻ്റെ, ഈ കാർത്തികേയൻ്റെ, സ്കന്ദൻ്റെ, ഗുഹൻ്റെ കഥയും ഞാനിതാ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വാമിത്രൻ പറയുകയാണ്. അല്ലയോ രാമ, ഈ കാർത്തികേയനിൽ ഭക്തിയുള്ള ഏതൊരു മനുഷ്യനായാലും ആയുസ് വളരെ കൂടുതൽ കിട്ടും. അതേപോലെ ശത്രുതകളൊന്നും ഉണ്ടാവില്ല. പുത്ര പൗത്ര പരമ്പരാദികൾ എന്നും നിലനിൽക്കും. ഗംഗ, പാർവതി 2 പത്നിമാരെ ശിവൻ്റെ ആ കഥ ഈ പ്രകൃതിയിലെ സംഭവങ്ങൾക്ക് മുഴുവൻ മനുഷ്യന് ഉപകാരം കിട്ടുന്ന രീതിയിൽ ഓരോരോ ലീലകളാൽ അവർ പലതും ചെയ്തു എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. വിശ്വാമിത്ര മഹർഷി രാമനോട് പറയാണ്, അത്യുന്നതമായിട്ടുള്ള ഈ ഹിമാലയ പർവ്വതം തന്നെയാണ് ശിവനായിട്ട് രൂപം, അല്ലെങ്കിൽ ശിവൻ തന്നെയാണ് ഈ ഹിമവാൻ. ആ ചന്ദ്രകലാചൂടൻ എന്ന ഈ ഹിമവാൻ, ആ ഹിമവാൻ്റെ ഏറ്റവും ഉയരം, മേരുപർവ്വതവും ഹിമവാനും തമ്മിൽ ഉയരത്തിൻ്റെ കാര്യത്തിൽ മേരുവിന് ഉയരം കൂടുമെന്നും അത് കേന്ദ്രം എന്ന നിലയ്ക്കും ഭഗവാൻ കണക്കാക്കിയിട്ടുണ്ടെന്നൊക്കെ വേറൊരു കഥയുണ്ട്. ഏതായാലും ഈ ഉയരം ശിവന് ഏറ്റവും കൂടുതൽ. അത് ഹിമവാന് കിട്ടാനുള്ള കാരണം ശിവാംശം ആയതുകൊണ്ടാണ്, പിന്നെ അല്ലെങ്കിൽ ശിവൻ തന്നെ ആയതുകൊണ്ടാണ്. അതേപോലെ എല്ലാ ആഭരണങ്ങളും എന്ന നിലയ്ക്ക് സങ്കല്പം, അത് ഈ അനേകം നദികൾ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകണം. അതൊക്കെ ഈ ശിവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഉണ്ടായതാണ് ജലം. അതേപോലെ പാർവതി പർവ്വത ശൃംഗത്തിലുള്ള സരസ്സിനെ, ഗംഗാനദിയെ ഒക്കെ സൂചിപ്പിക്കുന്നു. സരസ്സായിട്ട് ഉമ, നദിയായിട്ട് ഗംഗ. അതേപോലെ തുംഗശൃംഗങ്ങൾ പലത് ധാരാളം ഉണ്ടല്ലോ. അതിലൊന്നിനോട് ബന്ധപ്പെടുമ്പോൾ പാർവതി അത് പുത്രിയായിട്ട് മാറുന്നു. ഹിമവൽ പർവ്വതത്തിൻ്റെ എന്ന് സങ്കല്പിക്കപ്പെടുമ്പോൾ പത്നിയും പർവ്വതത്തിലെ ലോഹസമ്പത്ത് ഭൂഗർഭത്തിൽ തിളച്ചു പൊങ്ങി പർവ്വതാഗ്രത്തിലേക്ക് തന്നെ എത്തുന്നു. അതിനെ ഈ ശിവൻ്റെ രേതസ്സായിട്ട് സങ്കല്പിച്ചു. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഈ ചെമ്പ്, സ്വർണം, വെള്ളി ഒക്കെ പുറമേക്ക് വരും എന്നാണ്. അത് ശിവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. ഈ ലോകത്തിൽ ഇത് എന്നും നിലനിൽക്കണം. അപ്പോൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരിക, അതായത് ഉള്ളിൽ ചൂടാണ്, ഭൂമിയുടെ ഉള്ളിൽ ചൂടാണ്. അപ്പോൾ അത് ലാവ പോലെയോ, ലാവ ആകുമ്പോഴേക്കും അതിൻ്റെ മാക്സിമത്തിൽ, എല്ലാ ദിക്കിലും ലാവയല്ല. ഈ ചൂട് കാരണം കൊണ്ടാണ് ധാതുക്കൾ ഭൂമിക്ക് ഉപരിതലത്തിലേക്ക് എത്തുന്നത്. അത് പുറമേക്ക് വരില്ല, ചിലപ്പോൾ പുറമേക്ക് വരാം, അത്രയേ ഉള്ളൂ.
ഈ മേൽമണ്ണിലേക്ക് എന്ന് സാരം അങ്ങനെ വരുന്നത്. അത് ശിവൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ്. പാർവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ വരുള്ളൂ. ഇങ്ങനെ ലോഹസമ്പത്ത് അത് ഈ പർവ്വതത്തിൻ്റെ അഗ്രത്തും വരെ എത്തും ചെയ്യും. പിന്നെയോ ഇങ്ങനെ ഈ സരസ്സിൽ നിക്ഷിപ്തമായിട്ട് ഉള്ള ഈ രേതസ് ലോഹങ്ങൾ ഇതിൻ്റെ ഉത്ഭവം ഇപ്രകാരത്തിലാണ് എന്ന് ശിവനും പാർവതിയും നമ്മെ ബോധിപ്പിക്കുന്നു. ഈ പ്രദേശത്ത് വമ്പിച്ചതായിട്ടുള്ള സ്വർണ്ണശേഖരമുണ്ട് എന്നുള്ളത് നമുക്ക് ഭാരതകഥയിൽ അങ്ങനെയുള്ള എല്ലാ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും വേദത്തിലും ഒക്കെ കാണാൻ സാധിക്കും. അതൊക്കെ ശിവൻ്റെ അനുഗ്രഹമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ 37ാമത്തെ സർഗത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് 38ാമത്തെ സർഗം, അത് സഗരൻ്റെ കഥ, കേശിനിയുടെ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെയാണ് ഇനി പറയണത്. അപ്പോൾ സാഗരം ഉണ്ടായത്, അതേപോലെ ഈ കപില മഹർഷി അവിടെ കാണിച്ചു തരും. അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്തേര് പറയാം. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. പാർവതി കാന്ത സ്മരണം. ജയ ജയ ഹര ഹര മഹാദേവ. ശംഭോ രുദ്രമഹാദേവ. ശങ്കരരുദ്രമഹാദേവ. സർവത്ര ശിവനാമകീർത്തനം. ഹര ഹര മഹാദേവ. നമഃ ശിവായ. നമഃ ശിവായ.